Good afternoon. Okay, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സില് എവിടെ വരെയാണ് എടുത്തു നിർത്തിയത്? ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ലാബ് എന്ന ചാപ്റ്റർ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് വരെയല്ലേ? ഇൻഫെക്ഷൻ കൺട്രോൾ എടുത്തിരുന്നോ? സ്റ്റാർട്ട് ചെയ്തില്ലല്ലോ. നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് വരെയും അല്ലേ കംപ്ലീറ്റ് ചെയ്ത് നിർത്തിയത്? ശരി, വായിച്ചു നോക്കിയിരുന്നോ? ക്ലിയർ ആണോ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് ഇൻഫെക്ഷൻ കൺട്രോൾ. അതായത് ICN നേഴ്സുമായി ബന്ധപ്പെട്ട ICN നേഴ്സ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ICN എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ കൺട്രോൾഡ് നേഴ്സ് ആണ് കേട്ടോ. ഇൻഫെക്ഷൻ കൺട്രോൾഡ് നേഴ്സ് അറിയാത്തവരുണ്ടെങ്കിൽ എഴുതി വെക്കണേ. ICN എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ കൺട്രോൾഡ് നേഴ്സ് ആണ് കേട്ടോ. ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ് കേട്ടോ. ആ വ്യക്തി അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ് ആണ് ആ ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻസിഡൻസ് അല്ലെങ്കിൽ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ശരിയായ രീതിയിൽ പരിശോധിക്കേണ്ടത്, അവിടെ ആ ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേണ്ടത്. അപ്പൊ അവിടെ ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട ICN നേഴ്സ് ചെയ്യേണ്ടതായിട്ടുള്ള ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് IPD. IPD എന്താണ് IPD OPD? IPD OPD എന്താണ്? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും അല്ലെ? ഇവിടെ IPD അതായത് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഇൻസിഡൻസ് ഓഫ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷേഴ്സ്. ഇപ്പോ ബ്ലഡോ ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷേഴ്സ് അല്ലെങ്കിൽ സമ്പർക്കവുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് അവിടെ നമ്മൾ പരിശോധിക്കുന്നത്. അപ്പൊ IPD ഇൻസിഡൻസ് ഓഫ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷേഴ്സ്. അപ്പൊ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്സുമായി ബന്ധപ്പെട്ട സമ്പർക്കവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇൻസിഡന്റ് അല്ലെങ്കിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ റേറ്റ് ആണ് നമ്മൾ അവിടെ എടുക്കുക. അടുത്തത് OPDയുമായി ബന്ധപ്പെട്ട്, ആദ്യത്തെ നമ്മൾ IPD ആയിരുന്നു പറഞ്ഞു. നെക്സ്റ്റ് OPD ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഇൻസിഡൻസ് ഓഫ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷർ. ഇതേപോലെ തന്നെ ബ്ലഡോ ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷേഴ്സ് അല്ലെങ്കിൽ സമ്പർക്കവുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇൻഫെക്ഷൻസോ മറ്റെന്തെങ്കിലും മറ്റെന്തെങ്കിലും രോഗങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത്തരം സംഭവങ്ങളുടെ റേറ്റ് ആണ് നമ്മൾ രണ്ടാമതായിട്ട് OPD ഇൻസിഡന്റ് ഓഫ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷറിലൂടെ എടുക്കുന്നത്. അത് രണ്ടും ക്ലിയർ ആയോ? ഒന്ന് IPD ബേസ് ചെയ്തും രണ്ടാമത്തേത് OPD ബേസ് ചെയ്തുമാണ് നമ്മൾ അതിന്റെ കാൽക്കുലേഷൻ എടുക്കുക. മനസ്സിലായോ? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സിന്റെയോ സമ്പർക്കം മൂലം ഉണ്ടാകുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇൻഫെക്ഷൻസോ രോഗങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്. രണ്ടാമത്തത് OPDയുമായി ബന്ധപ്പെട്ട് ഇതേപോലെ തന്നെ ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സ് എക്സ്പോഷർ ഉണ്ടായി അതുമായി ബന്ധപ്പെട്ട ഇൻഫെക്ഷനോ മറ്റെന്തെങ്കിലും രോഗങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരം സംഭവങ്ങളുടെ റേറ്റ്. ക്ലിയർ അല്ലേ? ഇത് മനസ്സിലായോ? ഇത് രണ്ടും ഓക്കെ. അടുത്തതാണ് IPD. IPDയുമായി ബന്ധപ്പെട്ട് ഇൻസിഡന്റ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ? നീഡിൽ സ്റ്റിക്സ്, നീഡിലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അബദ്ധവശാലാണെങ്കിലും നീഡിൽ സ്റ്റിക്ക് ചെയ്ത് അല്ലെങ്കിൽ നീഡിൽ കുത്തി കയറിയിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ഇഞ്ചുറീസ് അല്ലെങ്കിൽ അപകടങ്ങള് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ റേറ്റ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അതുപോലെ തന്നെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടും ഇത്തരത്തില് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്, നീഡിലുകള് അബദ്ധവശാല് മാറി കുത്തുകയോ അല്ലെങ്കിൽ അബദ്ധവശാല് നമ്മുടെ മേത്ത് തുറഞ്ഞു കയറുകയോ ചെയ്യുകയാണെങ്കിൽ അതുവഴി പേഷ്യൻസിന് എന്തെങ്കിലും മറ്റ് അപകടങ്ങളോ ഇഞ്ചുറീസോ പരിക്കുകളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് OPDയിൽ എങ്ങനെയാണ് IPDയിൽ എങ്ങനെയാണ് അത് വ്യത്യസ്തമായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. OPDയിൽ എത്രത്തോളം അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ റേറ്റ്, IPDയിൽ എത്രത്തോളം അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ റേറ്റ്. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ ആണ് ഇൻസിഡൻസ് ഓഫ് ഫോൾ. അപ്പൊ അവിടെ എന്തെങ്കിലും ഫ്ലോറില് എന്തെങ്കിലും മറ്റ് അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വയറുകളോ മറ്റെന്തെങ്കിലും സാധനങ്ങൾ കിടന്ന്
അവിടെ നിന്ന് താഴെ തെന്നി വീഴാനുള്ള അല്ലെങ്കിൽ താഴെ വീഴാനുള്ള അവസരങ്ങൾ എന്തെങ്കിലും പേഷ്യൻസിന് ഉണ്ടായിട്ടുണ്ട്, അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ റേറ്റ് ആണ് ഇൻസിഡൻസ് ഓഫ് ഫാൾ എന്ന് പറയുന്നത്. അപ്പൊ മുകളിൽ നിന്ന് വീണതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളിൽ തട്ടി വീണതാവാം, അത്തരത്തില് അവിടെ ഹോസ്പിറ്റലില് പേഷ്യൻസ് അങ്ങനെ എന്തെങ്കിലും രീതിയിൽ വീഴ്ച സംഭവിച്ചോ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത്തരം സന്ദർഭങ്ങളോ അല്ലെങ്കിൽ അത്തരം സിറ്റുവേഷൻസോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ എണ്ണമാണ് ഇൻസിഡൻസ് ഓഫ് ഫാൾസ് എന്ന് പറയുന്നത്. Then അടുത്തത് ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് അൾസർ ആഫ്റ്റർ അഡ്മിഷൻ, that bed sore per 1000 patient days. അതുപോലെ നമ്മൾ പറഞ്ഞിരുന്നു, ഇത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ് അല്ലെ. ഹോസ്പിറ്റലില് അവിടെ അഡ്മിഷന് ശേഷം ഹോസ്പിറ്റലൈസേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രഷർ അൾസേഴ്സ് അല്ലെങ്കിൽ ബെഡ് സോറുകൾ അല്ലെ, പുറം പൊട്ടുന്ന ഒരു അവസ്ഥ എത്ര പേഷ്യൻസിന് വന്നിട്ടുണ്ട്, അത്തരം പേഷ്യൻസിന്റെ എണ്ണം വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ റേറ്റ് എടുക്കുന്നത്. അതാണ് ഇൻസിഡന്റ് ഓഫ് hospital associated ulcers after admission. bed sore അല്ലെങ്കിൽ bed sore എന്ന് പറയാം കേട്ടോ, per 1000 patient days. അതുപോലെ catheter associated urinary tract infection, ഇതും പറഞ്ഞതാണ്. catheter urinary tractമായി ബന്ധപ്പെട്ട് catheters പ്ലേസ് ചെയ്യുന്നതിന്റെ ഫലമായി ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസ് എത്ര രോഗികൾക്ക്, അവിടുത്തെ ഇൻപേഷ്യൻസ് ആയിട്ടുള്ള എത്ര രോഗികൾക്ക് ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിനുള്ളിൽ catheter പ്ലേസ് ചെയ്തുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്, അതിന്റെ റേറ്റ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ് എന്ന് പറഞ്ഞാൽ വെന്റിലേറ്ററിന്റെ ഭാഗമായിട്ട് അവർക്കുണ്ടാവുന്ന ന്യൂമോണിയ, എത്ര പേഷ്യൻസിന് ന്യൂമോണിയ ബാധ ഉണ്ടായിട്ടുണ്ട്, അതിന്റെ റേറ്റ് ആണ് അവിടെ എടുക്കുന്നത്. സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് സ്ട്രീമില് ഓപ്പൺ വെയിൻസ് ലാർജ് വെയിൻ ഓപ്പൺ ആക്കി നിർത്താൻ വേണ്ടി നമ്മൾ ലോങ് ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ട്യൂബ് ആയിട്ടുള്ള കാനുലാസ് പ്ലേസ് ചെയ്യാറുണ്ട്. സോ അത്തരത്തിൽ പ്ലേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത്. അത്തരം കാനുലാസ് പ്ലേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പേഷ്യൻസിന് എന്തെങ്കിലും ബ്ലഡ് സ്ട്രീമുമായി ബന്ധപ്പെട്ട് ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരം കേസുകളുടെ എണ്ണമാണ് അല്ലെങ്കിൽ റേറ്റ് ആണ് നമ്മൾ ഇവിടെ എടുക്കുക. അടുത്തത് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട് ശസ്ത്രക്രിയ നടത്തിയ ആ ഇടത്തുണ്ടാവുന്ന ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ എടുക്കുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയത്. ഒരു മിനിറ്റ്. ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? ഓക്കെ, ബാക്കി ഭാഗങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചത് കൊണ്ടാണ് മിസ് പിന്നെയും ഡീറ്റെയിൽ ആയിട്ട് പറയാനിത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ അതില്? ഓക്കെ അല്ലേ? നെക്സ്റ്റ് വണ്ണിലേക്ക് പോകട്ടെ. നെക്സ്റ്റ് വൺ ആണ് ICU അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേട്ടോ. നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ഇൻ ICU അല്ലെങ്കിൽ എമർജൻസിയുമായി ബന്ധപ്പെട്ട നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആണ് ഇത് കൃത്യമായിട്ട് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് മെഷർ ചെയ്യേണ്ട ആള്. അപ്പൊ ICU അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ക്വാളിറ്റി മെഷേഴ്സ് ആണ് അല്ലെങ്കിൽ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ് കേട്ടോ. ഫസ്റ്റ് വൺ ആണ് ടൈം ഫോർ ഇനിഷ്യൽ ഇവാലുവേഷൻ ഓഫ് എമർജൻസി പേഷ്യന്റ്. ഒരു എമർജൻസി പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ടൈം ഫോർ എന്താണ് ഇൻപേഷ്യൻസുമായി കൊണ്ട് ബന്ധപ്പെട്ട് അവരുടെ ഇനിഷ്യൽ ഇവാലുവേഷന്റെ ടൈം എത്രത്തോളം എടുത്തെന്ന് പറഞ്ഞില്ലേ?
അതുപോലെ തന്നെ എമർജൻസി പേഷ്യന്റ് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്കോ അല്ലെങ്കിൽ ICUവിലേക്കോ ഒരു എമർജൻസി പേഷ്യന്റ് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് പ്രാഥമിക മൂല്യനിർണ്ണയം നടത്താനായിട്ട് എടുക്കുന്ന സമയം. മനസ്സിലായോ? ഒരു എമർജൻസി പേഷ്യന്റ് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ICUലായിക്കോട്ടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലായിക്കോട്ടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് പ്രാഥമിക മൂല്യനിർണ്ണയം നടത്താൻ എടുക്കുന്ന സമയമാണ് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഫസ്റ്റ് വൺ മനസ്സിലായോ? അടുത്തത് റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈന്റ്. ഇത് നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലെ? 72 മണിക്കൂറിനുള്ളിൽ, അതായത് ഒരു പ്രാവശ്യം എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിഞ്ഞ് നമ്മൾ ട്രീറ്റ്മെന്റും കാര്യങ്ങളും കൊടുത്തു, അവര് വീട്ടിലേക്ക് സുഖം പ്രാപിച്ചവര് വീട്ടിലേക്ക് തിരികെ പോയി. ആ പോയി കഴിഞ്ഞ് 72 മണിക്കൂറിനുള്ളിൽ ഇതേ സിമിലർ കംപ്ലൈന്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതേ സിമിലർ പ്രസന്റിംഗ് കണ്ടീഷനുമായി ബന്ധപ്പെട്ട് അവർ തിരികെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത്തരം തിരികെ വരുന്ന പേഷ്യൻസിന്റെ എണ്ണമാണ് നമ്മൾ, അല്ലെങ്കിൽ റേറ്റ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇത് അതും നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കി അല്ലെങ്കിൽ പഠിച്ച കാര്യമാണ്. നമ്മൾ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് പറഞ്ഞപ്പോ പറഞ്ഞതാണ്. അത് രണ്ടും ഓക്കെയാണോ? ഒന്നാമത്തേത് പറഞ്ഞത് എമർജൻസി പേഷ്യൻസ് അവിടെ വാർഡിലേക്കോ അല്ലെങ്കിൽ ആ ഒരു കാഷ്വാലിറ്റിയിലേക്കോ ICUയിലേക്കോ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് പ്രാഥമിക മൂല്യനിർണ്ണയം നടത്താൻ എടുക്കുന്ന സമയം. ആ ഒരു പ്രാഥമിക മൂല്യനിർണ്ണയത്തിന് വേണ്ടി പേഷ്യൻസ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഫിസിഷ്യൻസ് അവരുടെ അടുത്ത് പ്രാഥമിക മൂല്യനിർണ്ണയം എടുക്കുന്നത് വരെയുള്ള ആ ഒരു സമയമാണ് നമ്മൾ ഒന്നാമത്തേൽ നോക്കുന്നത്. രണ്ടാമത്തേല് ഓൾറെഡി എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പോയിട്ടുള്ള പേഷ്യൻസ് ആണ്. 72 മണിക്കൂറിനുള്ളിൽ ഇതേ സിമിലർ പ്രശ്നമായിട്ട് തിരികെ അവർ ആ ഒരു അതേ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ റിട്ടേൺ വരികയാണെങ്കിൽ അത്തരം പേഷ്യൻസിന്റെ റേറ്റ് ആണ് നമ്മൾ രണ്ടാമതായി കാണുന്നത്. ക്ലിയർ അല്ലേ? മൂന്നാമത്തത് റീഇൻറ്റുബേഷൻ റേറ്റ്. അതായത് റീഇൻറ്റുബേഷൻ എന്ന് പറഞ്ഞാൽ വാസ് ഡിഫൈൻഡ് ആസ് ഇൻറ്റുബേഷൻ ആഫ്റ്റർ എക്സ്റ്റുബേഷൻ ഓഫ് എ പേഷ്യന്റ് who had been initially tracheal intubated under general anesthesia or combined general and regional anesthesia. അതായത് ഇൻറ്റുബേഷൻ ചെയ്യുക. നമ്മൾ ട്രക്കിയൽ ഇൻറ്റുബേഷൻ ഒക്കെ പഠിച്ചിട്ടില്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ട്രക്കിയൽ ഇൻറ്റുബേഷൻ അതായത് ഇതൊരു മെഡിക്കൽ പ്രൊസീജിയർ ആണ്. ഇൻറ്റുബേഷൻ ചെയ്യാൻ നമ്മൾ ട്രക്കിയയിലൂടെ നമ്മുടെ തൊണ്ടയുടെ തൊട്ട് താഴെ ഭാഗത്ത് ട്രക്കിയയിലൂടെ, സാധാരണ ട്രക്കിയയിലൂടെ ഇത് ചെയ്യാറ് കേട്ടോ. ട്രക്കിയയിലൂടെ നമ്മളൊരു മെഡിക്കൽ പ്രൊസീജിയർ ആണ്. ഒരു ട്യൂബ് ഇൻസേർട്ട് ചെയ്യാണ് നമ്മുടെ ലങ്സിന്റെ അവിടെ ട്യൂബ് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് എയർവേ എന്ത് ചെയ്യുന്നു? ഓപ്പൺ ആക്കി നിലനിർത്താൻ വേണ്ടി. അപ്പൊ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഒക്കെ ഉള്ള നല്ല രീതി അത് ട്രക്കിയോസ്റ്റോമി ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. അത് മാത്രമേ നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ, അല്ലാതെ വേറെ ചാപ്റ്റേഴ്സ് ഒന്നും പഠിച്ചിട്ടില്ല. വേറെ ചാപ്റ്റേഴ്സിലൊന്നും ഇത് ഡീൽ ചെയ്യുന്നില്ല. ഇല്ല, വേറെ എവിടെയും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവില്ലായിരിക്കും അല്ലെ? മൊത്തം കൂടിയുള്ള സ്റ്റാർട്ട് ചെയ്തിട്ടൊക്കെ ഉള്ളൂ അല്ലെ? ഓക്കെ. അപ്പോ അങ്ങനെ അവര് എന്താണ്, നമ്മളൊരു ട്യൂബ് ഇൻസേർട്ട് ചെയ്ത് അവരുടെ എയർവേ ഓപ്പൺ ആക്കി നിർത്താറ്. അങ്ങനെ ഓൾറെഡി ഒരു പ്രാവശ്യം ആ പേഷ്യന്റിന് ചെയ്തിട്ടുണ്ട്. ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വന്നപ്പോ ഓൾറെഡി ഒരു പ്രാവശ്യം ആ പേഷ്യന്റിന് അത് ചെയ്തു. അത് നമ്മൾ അനസ്തേഷ്യ ഒക്കെ കൊടുത്തു. ഒന്നില്ലെങ്കിൽ ജനറൽ ആയിട്ട് അനസ്തേഷ്യ, അത് പഠിച്ചിട്ടില്ലേ? ജനറൽ അനസ്തേഷ്യ, റീജിയണൽ അനസ്തേഷ്യ പഠിച്ചിട്ടില്ലേ? ഡിപ്പാർട്ട്മെന്റ് പഠിച്ചപ്പോ പഠിച്ചു. അപ്പൊ അങ്ങനെ മൊത്തത്തില് അനസ്തേഷ്യ കൊടുത്ത് ചെയ്യുന്നവരുണ്ട്. ആ പ്രത്യേകമായിട്ടുള്ള ആ ഒരു റീജിയന് മാത്രം അനസ്തേഷ്യ കൊടുത്തു ഇത്തരം പ്രൊസീജിയേഴ്സ് ചെയ്തു. ഒരു പ്രാവശ്യം ഇൻറ്റുബേഷൻ ചെയ്തു കഴിഞ്ഞ് അവർക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി അന്നേരം ബുദ്ധിമുട്ട് വളരെ കൂടുതലായിരുന്നു. അപ്പൊ ആ സമയത്ത് അവർ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ കുഴപ്പമില്ല, അവർക്ക് ബ്രീത്ത് ചെയ്യാനായിട്ടുള്ള ഒരു നോർമൽ റേഞ്ചിലേക്ക് വന്നപ്പോ നമ്മൾ ഇത് എന്ത് ചെയ്തു? എക്സ്റ്റുബേഷൻ ചെയ്തു. അതായത് ഇത് റിമൂവ് ചെയ്തു. മനസ്സിലായോ? ഒരു പ്രാവശ്യം ഓൾറെഡി ചെയ്തു, അതിനുശേഷം അത് റിമൂവ് ചെയ്തു. അവർക്ക് പ്രശ്നമൊന്നുമില്ല. അതായത് ബ്രീത്തിങ് അത്ര ബുദ്ധിമുട്ട് വരുമ്പോഴല്ലേ നമ്മൾ ഇത് ചെയ്യുന്നുള്ളൂ. ഓൾറെഡി അവർ റിക്കവർ ആയി വന്നുകൊണ്ടിരിക്കുകയാണല്ലോ, ഇതിന്റെ ആവശ്യം വരുന്നില്ല. അങ്ങനെ നമ്മളത് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം, ഒരു 48 മണിക്കൂറോ കാര്യങ്ങൾക്ക് ഉള്ളില് അവർക്ക് പിന്നെയും ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വരികയും അവരെ പിന്നെയും ഈ ഒരു ഇൻറ്റുബേഷൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നതിനെയാണ് റീഇൻറ്റുബേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഓൾറെഡി ട്രക്കിയൽ ഇൻറ്റുബേഷൻ ആദ്യം ചെയ്തിട്ടുണ്ട്. അത് ജനറൽ അനസ്തേഷ്യോ അല്ലെങ്കിൽ കമ്പൈൻഡ് ആയിട്ട് ജനറൽ അല്ലെങ്കിൽ റീജിയണൽ അനസ്തേഷ്യോ ഒക്കെ കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് അവരുടെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഒക്കെ
പൂർണ്ണമായിട്ടും ഭേദമാവുന്നത് കണ്ടപ്പോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അവർക്ക് ക്ലിയർ ആയി, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് തോന്നിയപ്പോ ഈ ഇൻറ്റുബേഷനായിട്ട് ആയിട്ടുള്ള ട്യൂബ്സ് എന്ത് ചെയ്തു, റിമൂവ് ചെയ്തു. അതിനെയാണ് എക്സ്റ്റുബേഷൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആ കുഴലിൽ റിമൂവ്, ആ ട്യൂബ് റിമൂവ് ചെയ്യുന്നതിനെയാണ് എക്സ്റ്റുബേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ എക്സ്റ്റുബേഷൻ ചെയ്ത് കഴിഞ്ഞ് ഒരു 48 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിനുള്ളിലൊക്കെ അവർക്ക് കുറച്ചും കൂടി പിന്നെയും ആ ഒരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി കാണാൻ തുടങ്ങി. അങ്ങനെ കാണാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഓപ്പൺ ആക്കി വെക്കണമെങ്കിൽ ഈ ഒരു മെത്തേഡേ ഉള്ളൂ അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് പിന്നെയും നമ്മൾ രണ്ടാമത് വീണ്ടും നമ്മൾ അവരെ ഇൻറ്റുബേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റീ ഇൻറ്റുബേഷൻ എന്ന് പറയുന്നത്. അത് ക്ലിയർ ആയോ? അപ്പോ എത്രത്തോളം പേഷ്യൻസിന് ഇതുപോലെ റീ ഇൻറ്റുബേഷൻ ആവശ്യമായി വന്നിട്ടുണ്ട് ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് വരെ, ഇപ്പൊ ഒരാഴ്ച അല്ലെങ്കിൽ ഇത്ര മണിക്കൂറിനുള്ളിൽ അവിടെയുള്ള എത്ര ഇൻപേഷ്യൻസിന് ഈ രീതിയിൽ റീ ഇൻറ്റുബേഷൻ ആവശ്യമായി വന്നിട്ടുണ്ടോ അതിന്റെ എണ്ണം അല്ലെങ്കിൽ റേറ്റ് ആണ് ഇവിടെ നമ്മൾ എടുക്കുന്നത്, റീ ഇൻറ്റുബേഷൻ റേറ്റ് എന്ന രീതിയിൽ എടുക്കുന്നത്. ക്ലിയർ ആണോ? ഇത് മൂന്നും വേഗം ഒന്ന് വായിച്ചു നോക്കിയത്. ഓക്കെ, ക്ലിയർ അല്ലേ? വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, നെക്സ്റ്റ് പറയാണ് കേട്ടോ. അപ്പൊ റീ ഇൻറ്റുബേഷൻ ചോദിക്കാറുണ്ട്, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. അടുത്തത് ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ അനസ്തേഷ്യയും അവിടെ കൊടുക്കുന്ന അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ്. നഴ്സിംഗ് എഡ്യൂക്കേറ്റർ, ഓപ്പറേഷൻ തിയേറ്ററിലെ നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആണത് കൃത്യമായിട്ട് പരിശോധിക്കേണ്ടത്. ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ അവിടുത്തെ അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് കേട്ടോ. ഫസ്റ്റ് വൺ ആണ് പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ഓഫ് അനസ്തേഷ്യ പ്ലാൻ, അനസ്തേഷ്യ മോഡിഫിക്കേഷൻ ഓഫ് അനസ്തേഷ്യ പ്ലാൻ. അപ്പൊ അവിടെ എത്ര ക്ലാസ് പേഷ്യൻസിന്, അതായത് ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട് ശസ്ത്രക്രിയ നടത്താൻ പോകുന്ന എത്ര പേഷ്യൻസിനാണ് അനസ്തേഷ്യ പ്ലാനുകളിൽ മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്, അതിന്റെ പെർസെന്റേജ്. ചിലപ്പോ ചിലർക്ക് റീജിയണൽ അനസ്തേഷ്യ ആയിരിക്കും നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടാവാം. അതേസമയം പെട്ടെന്ന് മറ്റെന്തെങ്കിലും സാഹചര്യങ്ങൾ പ്രകാരം ചിലപ്പോൾ അത് ജനറൽ അനസ്തേഷ്യ മാറ്റിയിട്ടുണ്ടാവും, നേരെ തിരിച്ചുമാവും കേട്ടോ. അപ്പൊ അത്തരത്തില് ഒരു അനസ്തേഷ്യ പ്ലാനുകളിൽ മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള നമ്പർ ഓഫ് മെഡിക്കൽ റെക്കോർഡുകളുടെ എണ്ണം, അത്ര പെർസെന്റേജ് അല്ലെങ്കിൽ ആ കേസുകളുടെ എണ്ണമാണ് അല്ലെങ്കിൽ പെർസെന്റേജ് ആണ് നമ്മൾ അവിടെ കാണുന്നത്. രണ്ടാമത്തത് പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് വെന്റിലേഷൻ ഫോളോയിങ് അനസ്തേഷ്യ. അപ്പോ അനസ്തേഷ്യ നടത്തി കഴിഞ്ഞ് ഒരു അൺപ്ലാൻഡ് ആയിട്ട് വെന്റിലേഷൻസ് അല്ലെങ്കിൽ വെന്റിലേഷൻ സംവിധാനങ്ങൾ ചിലപ്പോ പെട്ടെന്ന് അനസ്തേഷ്യ നൽകിയാൽ ചില ആളുകൾക്കൊക്കെ അത് കോംപ്ലിക്കേറ്റഡ് ആവാറുണ്ട് അല്ലെ, ഇല്ലേ? ചില ആളുകൾക്ക് അനസ്തേഷ്യയുടെ ഫലമായിട്ട് പല സൈഡ് എഫക്ട്സും കാര്യങ്ങളൊക്കെ വരാറില്ലേ? No. ഇല്ലേ? കേട്ടിട്ടില്ലേ? ഇത് തളർന്നു പോകുന്നതാവാം, അല്ലെങ്കിൽ ചിലപ്പോ അവർക്ക് ചലനശേഷി നഷ്ടപ്പെടുന്നതാവാം. അപ്പൊ അത്തരത്തില് ചിലപ്പോ എന്തെങ്കിലും അനസ്തേഷ്യ ഒക്കെ ചെയ്യുന്ന സമയത്ത് വളരെ കുറച്ച് ആളുകൾക്കായിരിക്കും കേട്ടോ, എന്നാലും നമ്മൾ അതിന്റെ റേറ്റ് എടുക്കുന്നുണ്ട് ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി. അപ്പൊ അങ്ങനെ അനസ്തേഷ്യ ഫോളോ ചെയ്ത അനസ്തേഷ്യ അതിന്റെ പിന്തുടർന്ന് അവർക്ക് എത്ര പേഷ്യൻസിനാണ് ഒരു ആസൂത്രണമല്ലാത്ത രീതിയിൽ വെന്റിലേഷൻസോ മറ്റ് സംവിധാനങ്ങളോ ആവശ്യമായി വരുന്നത്, അത്തരം കേസുകളുടെ പെർസെന്റേജ് ആണ് രണ്ടാമതായിട്ട് നമ്മൾ കാണാം. മൂന്നാമത്തത് പെർസെന്റേജ് ഓഫ് അൺഫേവറബിൾ അനസ്തേഷ്യ ഇവന്റ്. ഇവ നമ്മൾ പറഞ്ഞു അല്ലേ, ഒരു അൺഫേവറബിൾ ആയിട്ടുള്ള നല്ല രീതിയിലല്ല ഫേവറബിൾ അല്ലാത്ത അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളോ കാര്യങ്ങളോ പേഷ്യൻസിന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത്തരം അൺഫേവറബിൾ ഇവന്റ്സിന്റെ പെർസെന്റേജ് ആണ് മൂന്നാമതായിട്ട് കാണുന്നത്. നാലാമത്തത് അനസ്തേഷ്യ റിലേറ്റഡ് മോർട്ടാലിറ്റി റേറ്റ്, അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന മരണനിരക്കാണ് നമ്മൾ നാലാമതായിട്ട് കാണുന്നത്. അഞ്ചാമത്തത് പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു ഒ ടി.
ഓപ്പറേഷൻ തിയേറ്ററിൽ ആസൂത്രിതമല്ലാത്ത തിരിച്ചുവരവ്, അതായത് സർജറി നടത്തി കഴിഞ്ഞ് പോയവരായിരിക്കാം. ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വഴി അവർ തിരിച്ച് അവരെ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ എത്ര പേരെ തിരികെ നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്ലാൻ ചെയ്യാതെ ആസൂത്രണം ചെയ്യാതെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് വന്നിട്ടുണ്ട്. അതിന്റെ പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT. Then percentage of rescheduling of surgery എന്ന് പറഞ്ഞാൽ ശസ്ത്രക്രിയകൾ ഒരു ദിവസം ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, ആ ദിവസത്തിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. അപ്പൊ ആ ഷെഡ്യൂൾ ചെയ്ത സർജറിയിൽ മാറ്റങ്ങൾ വരുത്തി ചിലപ്പോൾ ആ ദിവസം തന്നെ മറ്റേതെങ്കിലും സമയങ്ങളിലേക്കോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലേക്കോ ഒക്കെ ഷിഫ്റ്റ് ചെയ്യാം. അത്തരത്തിലുള്ളതിനെയാണ് പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറി എന്ന് പറയുന്നത്. Next, percentage of cases where the organization procedure to avoid hostile events like wrong site, wrong patient, wrong surgery has been adhered to. ഇത് നമ്മൾ പറഞ്ഞതാണ് അല്ലെ, എത്രത്തോളം കേസുകളാണ്, അതായത് അവരുടെ ഹോസ്റ്റൈൽ ഇവന്റ്സ്, അതായത് മോശമായിട്ടുള്ള ഇപ്പൊ റോങ് സൈറ്റുകള്, റോങ് പേഷ്യന്റ് ആയി മാറാം, റോങ് സർജറികൾ നടത്തുന്ന അത്തരത്തിലുള്ള ഹോസ്റ്റൈൽ ഇവന്റ്സുകളുടെ അല്ലെങ്കിൽ തെറ്റായ പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ തെറ്റായ സംഭവങ്ങളുടെ കേസസിന്റെ പെർസെന്റേജ് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതുപോലെ പെർസെന്റേജ് ഓഫ് കേസസ് who receive suitable prophylactic antibiotics within the specified time frame. ആ കൃത്യമായ നിർദ്ദിഷ്ട കൃത്യമായിട്ടുള്ള സ്പെസിഫിക് ടൈം ഫ്രെയിമിനുള്ളിൽ എത്ര പേര് രോഗനിർണയത്തിനായി രോഗനിവാരണത്തിനായിട്ട് ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്തു, അത്തരം കേസുകളുടെ എണ്ണം. അതുപോലെ പെർസെന്റേജ് ഓഫ് കേസസ് ഇൻ വിച്ച് ദ പ്ലാൻഡ് സർജറീസ് ഓൾട്ടേർഡ് ഇൻട്രാ ഓപ്പറേറ്റീവ്ലി. അതുപോലെ തന്നെ ഇപ്പൊ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന സർജറി ഉണ്ടാവും, ആ സർജറിയുടെ അവരുടെ ഒറിജിനൽ ആയിട്ടുള്ള ആ ഒരു സർജിക്കൽ സ്ട്രാറ്റജിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുക. അപ്പൊ പേഷ്യൻസിന് ഇന്ന രീതിയിൽ നമുക്ക് ശസ്ത്രക്രിയ ചെലുത്താം. ഇപ്പൊ ലാപ്രോസ്കോപ്പി പോലെയുള്ള സർജറികളാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് വിചാരിക്കും. അപ്പൊ ചിലപ്പോൾ പല കാര്യങ്ങളാലും അത് ഓപ്പൺ സർജറിയിലേക്ക് പോയേക്കാം, ഇല്ലേ? അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന സർജറിയിൽ നിന്നും സർജറിയുടെ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ ഡിസൈനില് സ്ട്രാറ്റജിയിലൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റങ്ങൾ വരുത്താം. അത് അവർക്ക് ബെസ്റ്റ് ഔട്ട്കം അല്ലെങ്കിൽ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത്തരത്തില് അവരുടെ പ്ലാൻഡ് സർജറിയില് ഓൾട്ടർനേഷൻസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത്തരം കേസുകളുടെ എണ്ണം. അതുപോലെ റീ എക്സ്പ്ലോറേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ പേഷ്യൻസിന് ഒരു സെക്കൻഡ് സർജറി, അതായത് ഒരു ഇനിഷ്യൽ ഓപ്പറേഷൻ കഴിഞ്ഞു അതിനുശേഷം ഒരു സെക്കൻഡ് സർജറി ആവശ്യമായി വരുന്നുണ്ടെങ്കിൽ അത്തരം പേഷ്യൻസിന്റെ എണ്ണമാണ് റീ എക്സ്പ്ലോറേഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ബ്ലീഡിങ്ങോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ രണ്ടാമതും ചിലപ്പോൾ ആ പേഷ്യൻസിനെ എന്തെങ്കിലും സർജറിക്ക് വിധേയമാക്കേണ്ടി വരും, അല്ലെ? സോ അത്തരത്തില് എന്തെങ്കിലും ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ബ്ലീഡിങ്ങോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ട് അവര് ഒരു പ്രാവശ്യം സർജറി അല്ലെങ്കിൽ ഓപ്പറേഷൻ നടത്തി രണ്ടാമതും ഇതേ സെയിം രീതിയിലുള്ള സർജറികളോ കാര്യങ്ങളോ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടെങ്കിൽ അത്തരം കേസസ് അല്ലെങ്കിൽ പെർസെന്റേജിനെയാണ് നമ്മൾ റീ എക്സ്പ്ലോറേഷൻ റേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ OT യൂട്ടിലൈസേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സമയം ഓപ്പറേഷൻ തിയേറ്റർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, ഒരു ദിവസം എത്ര മണിക്കൂർ ഓൾറെഡി അവിടെ പേഷ്യൻസ് ഓക്യുപ്പൈഡ് ആയിരുന്നു, പേഷ്യൻസിന് സർജറിയും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഓപ്പറേഷൻ തിയേറ്റർ ഉപയോഗിച്ചതിന്റെ റേറ്റ് ആണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോ ഇവിടെ ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ് പറഞ്ഞത്. അനസ്തേഷ്യ പ്ലാനിൽ മോഡിഫിക്കേഷൻസ് വരുത്തിയ കേസുകളുടെ പെർസെന്റേജ് ആണ് ഒന്നാമത്തത്. അതുപോലെ തന്നെ അനസ്തേഷ്യയിൽ തുടർച്ചയായിട്ടുണ്ടാവുന്ന വെന്റിലേഷനുമായി ബന്ധപ്പെട്ട അൺപ്ലാൻഡ് വെന്റിലേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ പെർസെന്റേജ് ആണ് രണ്ടാമത് കാണുന്നത്. അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട അൺഫേവറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളോ പ്രശ്നങ്ങളോ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കേസുകളുടെ പെർസെന്റേജ് ആണ് ഒന്നാമതായിട്ട് കാണുന്നത്. അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട മൊർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ മരണനിരക്കാണ് നാലാമതായിട്ട് കാണുന്നത്. അഞ്ചാമത്തത് അൺപ്ലാൻഡ് ആയിട്ട് അതായത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റിയ ഒരു വ്യക്തിയെ എന്തെങ്കിലും അസാധാരണമായിട്ടുള്ള പ്ലാൻ ചെയ്യാത്ത കാരണങ്ങൾ മൂലം തിരികെ പിന്നെയും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് റിട്ടേൺ ചെയ്ത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത്തരം കേസുകളുടെ പെർസെന്റേജ് ആണ് അവിടെ നോക്കുന്നത്. അതുപോലെ തന്നെ പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് സർജറി എന്ന് പറഞ്ഞാൽ ശസ്ത്രക്രിയ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ശസ്ത്രക്രിയയിലെ ഡേറ്റിലോ ടൈമിലോ ഒക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പെർസെന്റേജ്. അതുപോലെ തന്നെ റോങ് സൈറ്റ്, റോങ് സർജറി, റോങ് പേഷ്യന്റ് മുതലായ ഹോസ്റ്റൽ ഇവന്റ്സ് അല്ലെങ്കിൽ
തെറ്റായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ, സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത്തരം കേസുകളുടെ പെർസെന്റേജ്, അതുപോലെ തന്നെ ഒരു ഗിവൺ സ്പെസിഫിക് ടൈം ഫ്രെയിമിനുള്ളിൽ രോഗനിവാരണത്തിനായിട്ട് എത്ര ആളുകൾ ആന്റിബയോട്ടിക്സ് കഴിച്ചിട്ടുണ്ട്, അതിന്റെ ആ ഒരു കഴിച്ച അത്തരം കേസുകളുടെ എണ്ണം അല്ലെങ്കിൽ അതിന്റെ പെർസെന്റേജ്, അതുപോലെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന സർജറിയിൽ മാറ്റങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത്തരം കേസുകളുടെ എണ്ണം, അതുപോലെ ഓൾറെഡി ഇനിഷ്യൽ ഓപ്പറേഷൻസ് കഴിഞ്ഞിട്ട് പിന്നെയും സെക്കൻഡ് സർജറിക്ക് വേണ്ടിയിട്ട് സെക്കൻഡ് സർജറി ആവശ്യമായി വരുന്ന പേഷ്യൻസിന്റെ പെർസെന്റേജ് ആണ് റീ എക്സ്പ്ലോറേഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഓപ്പറേഷൻ യൂട്ടിലൈസേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്റർ ഉപയോഗിക്കുന്ന ഒരു ദിവസം അല്ലെങ്കിൽ ഇത്ര സ്പെസിഫിക് ടൈം പീരീഡിനുള്ളിൽ എത്ര പ്രാവശ്യം അല്ലെങ്കിൽ എത്ര സമയം നമ്മൾ ആ ഒരു ഓപ്പറേഷൻ തിയേറ്റർ യൂട്ടിലൈസ് ചെയ്തു, അതിന്റെ റേറ്റ് ആണ് അവിടെ എടുക്കുക. വേഗം ഒന്ന് വായിച്ചു നോക്കിയത്. ഓക്കെ, ക്ലിയർ ആണോ അത്? ഓക്കെ അല്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് ലാബ് ഓർ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്സ്. ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് ആണ് ഇത് കൃത്യമായിട്ട് നോക്കേണ്ടത് കേട്ടോ. അപ്പൊ ലാബ് അല്ലെങ്കിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, ഡയഗ്നോസിസുമായി ബന്ധപ്പെട്ട റേഡിയോളജി അല്ലെങ്കിൽ ലാബ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് per 1000 ഇൻവെസ്റ്റിഗേഷൻ. അപ്പൊ 1000 പരിശോധനകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ്, റിപ്പോർട്ടുകളില് പിശകുകൾ എത്ര എണ്ണം വന്നിട്ടുണ്ട്, അതാണ് ഒന്നാമതായിട്ട് പെർസെന്റേജ് കാണുന്നത്. നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് per 1000 ഇൻവെസ്റ്റിഗേഷൻ. 1000 പരിശോധനകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര നമ്പർ ഓഫ് റിപ്പോർട്ടുകളാണ് എറേഴ്സ് അല്ലെങ്കിൽ പിശകുകൾ വന്നിട്ടുള്ളത്. രണ്ടാമത്തത് റേറ്റ് ഓഫ് റിഡോസ്. റേറ്റ് ഓഫ് റിഡോസ് എന്ന് പറഞ്ഞാല് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്ന ടെസ്റ്റുകൾ. അപ്പൊ അത് ചിലപ്പോ എന്തെങ്കിലും ലബോറട്ടറി എറേഴ്സുകളോ കാര്യങ്ങളോ വന്നതുകൊണ്ട് നമുക്ക് എത്ര പ്രാവശ്യം ഒരു ടെസ്റ്റ് തന്നെ റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, അതിന്റെ റേറ്റ് ആണ് റേറ്റ് ഓഫ് റിഡോസ് എന്ന് പറയുന്നത് കേട്ടോ. റിപ്പീറ്റ് ടെസ്റ്റുകളെയാണ്. അടുത്തത് പെർസെന്റേജ് ഓഫ് ലബോറട്ടറി റിപ്പോർട്ട്സ് കോറിലേറ്റിംഗ് വിത്ത് ക്ലിനിക്കൽ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാല് നമ്മൾ എടുക്കുന്ന ലബോറട്ടറി റിപ്പോർട്ടുകൾ, അത് എത്രത്തോളം റിപ്പോർട്ടുകൾ ആ ക്ലിനിക്കൽ ഡയഗ്നോസിസ് അല്ലെങ്കിൽ രോഗനിർണയവുമായിട്ട് കോറിലേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപോലെ വരുന്നുണ്ട്. അതായത് ചിലത് നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മളൊരു എന്തെങ്കിലും ഒരു രോഗവുമായി ബന്ധപ്പെട്ട ഒരു ലബോറട്ടറി ടെസ്റ്റ് ചെയ്യും. ചിലത് ആ ഒരു രോഗമുണ്ടെന്ന് സ്ഥിരീകരിക്കുന്നവയാണ്, ചിലത് അല്ലാതെ നെഗറ്റീവായിട്ടായിരിക്കും റിസൾട്ട് വരിക അല്ലെ. ചിലത് പോസിറ്റീവായിട്ടും ചിലത് നെഗറ്റീവായിട്ടും അല്ല റിസൾട്ട് വരിക, ആണോ? ചിലത് നമ്മൾ ആ ഒരു രോഗം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ലാബ് ടെസ്റ്റ് ആണെങ്കിലും ഡയഗ്നോസിസ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എക്സ്റേയോ കാര്യങ്ങളോ ഒക്കെ എടുക്കുന്നതും നമ്മളൊരു രോഗം നിർണ്ണയിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ആ രോഗം നിർണ്ണയിക്കുമ്പോ അതുമായി ബന്ധപ്പെട്ട് ശരിയായി വരുന്ന റിസൾട്ടുകളുണ്ട് അല്ലെ. ഇന്ന രോഗമാണെന്ന് സ്ഥിരീകരിക്കാൻ പറ്റുന്ന റിസൾട്ടുകളുണ്ട്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ലബോറട്ടറി റിപ്പോർട്ട് കോറിലേറ്റിംഗ് വിത്ത് ക്ലിനിക്കൽ ഡയഗ്നോസിസ്. നമ്മൾ ആ ഒരു രോഗനിർണയം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപോലെ കോറിലേറ്റ് ചെയ്ത് സമാനമായിട്ട് വരുന്ന ലബോറട്ടറി റിപ്പോർട്ടുകൾ എത്രയുണ്ട്, അതിന്റെ പെർസെന്റേജ്. മനസ്സിലായോ? അപ്പൊ ഒരുപോലെ ആ ഒരു രോഗനിർണയത്തിനോട് മാച്ച് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ അതിനോട് നമുക്ക് വെക്കാൻ പറ്റും, ഇത് തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലബോറട്ടറി റിപ്പോർട്ടുകൾ ഏതൊക്കെയാണോ അത്
എത്ര എണ്ണം ഉണ്ടെന്നാൽ അതിന്റെ പെർസെന്റേജ് ആണ് അവിടെ കാണുന്നത്. അടുത്തത് percentage of adherence to safety precaution by employees working in the diagnosis. രോഗനിർണയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൽ എത്ര പേര് സേഫ്റ്റി പ്രിക്കോഷൻ അല്ലെങ്കിൽ സുരക്ഷാ മുൻകരുതൽ എടുക്കുന്നുണ്ട്, അതിന്റെ അല്ലെങ്കിൽ പാലിക്കുന്നുണ്ട്, അതിന്റെ ശതമാനമാണ് അവിടെ നോക്കുന്നത്. Percentage of adherence to safety precautions by employees working in diagnosis. രോഗനിർണയം നടത്തുന്ന ഇടങ്ങളിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ അതിൽ എത്ര എംപ്ലോയീസ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട മുൻകരുതൽ പാലിക്കുന്നുണ്ട്, അതിന്റെ ശതമാനമാണ് അവിടെ കാണുന്നത്. അപ്പോ 4 എണ്ണമാണ് അവിടെ ഉള്ളൂ. ഒന്നാമത്തത് പറഞ്ഞത് നമ്പർ ഓഫ് റിപ്പോർട്ട്. ഇപ്പൊ 1000 ഇൻവെസ്റ്റിഗേഷൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര എണ്ണത്തില് റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് എറേഴ്സ് അല്ലെങ്കിൽ പിശകുകൾ വന്നിട്ടുണ്ട്. രണ്ടാമത്തത് റീടെസ്റ്റുകൾ, അതായത് അവിടെ ലബോറട്ടറിയുമായി ബന്ധപ്പെട്ട എറേഴ്സും കാര്യങ്ങളോ മൂലമാവാം റീടെസ്റ്റുകൾ എത്ര എണ്ണം ചെയ്യേണ്ടതായിട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ എണ്ണം. അതുപോലെ തന്നെ ലബോറട്ടറി റിപ്പോർട്ടുകൾ എത്ര എണ്ണം നമ്മുടെ ക്ലിനിക്കൽ ഡയഗ്നോസിസുമായി ബന്ധപ്പെട്ട് കോറിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സമാനമായിട്ട് വന്നിട്ടുണ്ട് അതിന്റെ എണ്ണം. അതുപോലെ തന്നെ ആ ഡയഗ്നോസിസ് വർക്ക് ചെയ്യുന്ന ഏരിയാസിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് എത്ര പേര് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട മുൻകരുതൽ പാലിക്കുന്നുണ്ട് അതിന്റെ ശതമാനം. വേഗം ഒന്ന് വായിച്ചു നോക്കി. കഴിഞ്ഞോ? വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഫാർമസി. ഫാർമസിയുമായി ബന്ധപ്പെട്ട് ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആണ് ഈ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് പരിശോധിക്കേണ്ടത്. അപ്പോ ഫാർമസിയുമായി ബന്ധപ്പെട്ട ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ് കേട്ടോ പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് പ്രിസ്ക്രിപ്ഷൻ എറേഴ്സ്, അല്ലെ? പ്രിസ്ക്രിപ്ഷൻസ് എഴുതാറില്ലേ? ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻസ് എഴുതുന്നതുമായി ബന്ധപ്പെട്ട് പിശകുകൾ എത്ര മെഡിക്കൽ റെക്കോർഡുകളില് പ്രിസ്ക്രിപ്ഷൻ എറേഴ്സ് വന്നിട്ടുണ്ട്, പ്രിസ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട് കുറിപ്പടികളുമായി ബന്ധപ്പെട്ട പിശകുകൾ വന്നിട്ടുണ്ട്, അത്തരം മെഡിക്കൽ കേസുകളുടെ എണ്ണം. അതുപോലെ തന്നെ ഡിസ്പെൻസിങ് എറേഴ്സ്, മരുന്ന് വിതരണം നൽകുന്നതിൽ എത്ര എണ്ണം പിശകുകൾ വന്നിട്ടുണ്ട് അതിന്റെ എണ്ണം. മൂന്നാമത്തത് പെർസെന്റേജ് ഓഫ് ഇൻസിഡൻസ് ഓഫ് ഹോസ്റ്റൈൽ ഡ്രഗ് റിയാക്ഷൻ, that is ADR. ADR എന്ന് പറഞ്ഞാൽ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ആണ് കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെച്ചേക്കണേ. അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ കേട്ടോ. അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ഇപ്പൊ മരുന്ന് കഴിക്കുമ്പോഴൊക്കെ നമുക്ക് ഉണ്ടാവുന്ന വിപരീതമായിട്ടുള്ള ഫലങ്ങൾ, അല്ലെ? അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടാവാറുണ്ട്. സോ അത്തരത്തില് എത്രത്തോളം പേഷ്യൻസിന് ഒരു മെഡിസിൻസ് കഴിച്ചപ്പോ അഡ്വേഴ്സ് ആയിട്ടുള്ള ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്, ദോഷകരമായിട്ടുള്ള ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്, അത്തരം സംഭവങ്ങളുടെ പെർസെന്റേജ്. 1000 ഡിസ്ചാർജസ് ദാറ്റ് ഇൻക്ലൂഡ്, അതായത് ഡിസ്ചാർജ് ചെയ്ത ആളുകളുടെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കേട്ടോ അതില്. ലാമ എന്താണ് ലാമ? ലാമ എന്താ? ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് കേട്ടോ. അപ്പൊ ഇത് രണ്ടും അതുപോലെ തന്നെ അബ്സ്കോണ്ട് ആൻഡ് ഡെത്ത് എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടു പോകുക. അതുപോലെ അബ്സ്കോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഹോസ്പിറ്റലിൽ നിന്ന് പറയാണ്ടൊക്കെ പോവാറില്ല ആളുകള്. മിസ്സിംഗ് കേസുകള് പോവാറില്ലേ? മിസ്സിംഗ് ആയിട്ട് പോവാം, കാണാതെ പോവാം, അല്ലേ? അപ്പൊ അത്തരത്തിലുള്ള കേസുകളാണ് അബ്സ്കോണ്ട് ആൻഡ് ഡെത്ത്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചതല്ലേ? പഠിച്ചോ? മെഡിക്കൽ റെക്കോർഡ് പഠിച്ചോ? അപ്പോ
ഇത്തരം കേസുകൾ അപ്പൊ ഇവിടെ എല്ലാം, അതായത് ഡിസ്ചാർജ് ലാമ അല്ലെങ്കിൽ ലീവ് അഗേൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആയിരിക്കും, ഡിസ്ചാർജ് അഗേൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആയിരിക്കാം, അബ്സ്കോണ്ട് ആയിരിക്കാം, ദത്തുമായി ബന്ധപ്പെട്ട അങ്ങനെ അതെല്ലാം ഡിസ്ചാർജിൽ വരുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഈ ഡിസ്ചാർജ് ഒക്കെ ഉൾപ്പെടുത്തി അവിടെ മൊത്തത്തില് ആ ഒരു ഗിവൺ ടൈം ഓഫ് ആ പീരീഡ് ഓഫ് ടൈമിനുള്ളിൽ എത്ര പേർക്ക് ഈ ഡ്രഗ് റിയാക്ഷൻസ്, അഡ്വേഴ്സ് ആയിട്ടുള്ള ഡ്രഗ് റിയാക്ഷൻസ് നടന്നിട്ടുണ്ടോ അത്തരം സംഭവങ്ങളുടെ ശതമാനം അല്ലെങ്കിൽ പെർസെന്റേജ് ആണ് നമ്മളിവിടെ കാണുന്നത്. Then നാലാമത്തത് പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർട്ട് വിത്ത് എറർ ഫ്രോം അബ്രിവിയേഷൻ. അതുപോലെ തന്നെ മെഡിസിൻ ചാർട്ടുമായി ബന്ധപ്പെട്ട് അബ്രിവിയേഷൻ എഴുതുമ്പോൾ അതിൽ എത്ര അബ്രിവിയേഷനിലാണ് തിരുത്തൽ അല്ലെങ്കിൽ പിശകുകൾ വന്നിരിക്കുന്ന അബ്രിവിയേഷൻ ഉള്ള മെഡിക്കേഷൻ ചാർട്ടുകളുടെ ശതമാനം. അതുപോലെ പെർസെന്റേജ് ഓഫ് പേഷ്യൻസ് റിസീവിംഗ് ഹയർ റിസ്ക് മെഡിക്കേഷൻ ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് ഇവന്റ്. വളരെ ഉയർന്ന റിസ്കിലുള്ള മെഡിക്കേഷൻസ് റിസീവ് ചെയ്യുന്ന പേഷ്യൻസിൽ എത്ര പേർക്ക് അഡ്വേഴ്സ് ഡ്രഗ് ഇവന്റ്സ് വന്നിട്ടുണ്ട് അതിന്റെ ശതമാനം. അതുപോലെ പെർസെന്റേജ് ഓഫ് ഡ്രഗ് ആൻഡ് കൺസ്യൂമബിൾസ് ഒബ്റ്റെയിൻഡ് ബൈ ലോക്കൽ പർച്ചേസ്. നമ്മൾ ലോക്കൽ ആയിട്ടുള്ള പർച്ചേസിലൂടെ ഏതൊക്കെ ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾസ് ആണ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ വാങ്ങിയിരിക്കുന്നത് അതിന്റെ പെർസെന്റേജ്. അതുപോലെ സ്റ്റോക്ക് ഔട്ട്സ് ഇൻക്ലൂഡിംഗ് എമർജൻസി ഡ്രഗുകൾ ഉൾപ്പെടുന്ന ഏതൊക്കെ മരുന്നുകളാണ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടിരിക്കുന്നത് അതിന്റെ ശതമാനം. അതുപോലെ പെർസെന്റേജ് ഓഫ് ഡ്രഗ് ആൻഡ് കൺസ്യൂമബിൾ റെഫ്യൂസ്ഡ് ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് GRN. GRN എന്ന് പറഞ്ഞാൽ ഗുഡ് റെസിപ്റ്റ് നോട്ട്. അതായത് ഗുഡ് റെസിപ്റ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് കേട്ടോ. അത് ശരിക്കും നമുക്ക് ഒഫീഷ്യലി നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ്. അതായത് അറൈവൽ ആൻഡ് ഡെലിവറി ഓഫ് മെഡിക്കൽ സപ്ലൈസ് ആയിക്കോട്ടെ, എക്വിപ്മെന്റുകൾ ആയിക്കോട്ടെ, അപ്പൊ അതിന്റെ അറൈവല് അതുപോലെ തന്നെ വിതരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഇന്റേണൽ ഡോക്യുമെന്റ് ആണ് GRN എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കൺഫേം ചെയ്യാണ് നമ്മൾ ഓർഡർ ചെയ്ത്, അതായത് നമുക്ക് റിസീവ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്ത ഓർഡർ ഉണ്ടല്ലോ അതിന്റെ ക്വാളിറ്റിക്കും ക്വാണ്ടിറ്റിയും അനുസരിച്ച് കൃത്യമായിട്ടുള്ള മാച്ച് ആവുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ഈ ഒരു GRN തയ്യാറാക്കിയതിനു ശേഷം നമ്മൾ അത് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാച്ചിങ് ആണോ നമ്മൾ പർച്ചേസിങ് ഓർഡർ കൊടുത്ത പ്രകാരമുള്ള ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയിലുള്ള ഐറ്റംസ് ആണോ നമുക്ക് റിസീവ് ചെയ്തിരിക്കുന്നത് നമ്മൾ മാച്ച് ചെയ്ത് നോക്കുന്നത് ഈ GRN ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് വെച്ചിട്ടാണ്. അപ്പൊ ഇവിടെ പറയുന്നത് ഈ GRN അല്ലെങ്കിൽ ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് ബിഫോർ പ്രിപ്പറേഷൻ തയ്യാറാക്കുന്നതിന് മുൻപ് റെഫ്യൂസ് ചെയ്യും. അതായത് ഈ ഡ്രഗ്സും കൺസ്യൂമബിൾസും എന്തൊക്കെയാണ് നമ്മൾ റെഫ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വേണ്ട എന്ന് വെച്ച് നമ്മൾ റിജക്ട് ചെയ്യുന്നത് ഏതൊക്കെയാണ് അതിന്റെ പെർസെന്റേജ്. അതായത് ഇവിടെ റിജക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ റെഫ്യൂസ് ചെയ്യുന്നതിന്റെ കാരണം ആ ഒരു ഐറ്റം ചിലപ്പോൾ നമ്മൾക്ക് ആവശ്യമായ റെക്കോർഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ നിറവേറ്റുന്ന അല്ലെങ്കിൽ മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ളവ ആയിരിക്കില്ല. ഇപ്പൊ നമ്മൾ ഓൺലൈൻ ആയിട്ട് ഒരു സാധനം പർച്ചേസ് ചെയ്താല് നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോ ആരെങ്കിലും ഒക്കെ അത് ഡെലിവർ ചെയ്തിട്ടുണ്ടാവില്ല. നമുക്കത് ആരെങ്കിലും ഒക്കെ ഇട്ട് കൊണ്ടുപോകണം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നും ഇത് നമ്മുടെ ഫോട്ടോയിൽ കണ്ട പോലെയല്ല അല്ലെ, അതിന്റെ ക്വാളിറ്റി അത്ര മോശമാണെന്ന് നമുക്ക് തോന്നും. നമ്മൾ വിചാരിച്ച അത്രയും ക്വാളിറ്റി ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഓർഡർ എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്യാറുണ്ടോ? ഓൺലൈനൊന്നും പർച്ചേസ് ചെയ്യാറില്ലേ? ഉണ്ട്. അങ്ങനെ നമ്മൾ ക്യാൻസൽ ചെയ്യില്ലേ? അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അതായത് ഗുഡ് റെസിപ്റ്റ് നോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപ് തന്നെ അതിന്റെ ആ ഒരു നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള സാധനത്തിന്റെ ക്വാളിറ്റിയിലോ ക്വാണ്ടിറ്റിയോ ഒന്നും നമ്മൾ ഉദ്ദേശിച്ച സ്റ്റാൻഡേർഡിലേക്ക് എത്തുന്നില്ല എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യുന്നു, ആ ഡ്രഗ്സും കൺസ്യൂമബിൾസും നമ്മൾ റെഫ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ നമുക്ക് വേണ്ടാന്ന് പറഞ്ഞ് നമ്മൾ അത് റിജക്ട് ചെയ്യുന്നു. അതാണ് കേട്ടോ. അപ്പൊ അവിടെ എത്ര ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾസ് ആണ് ഇതുപോലെ റിജക്ട് ചെയ്തിരിക്കുന്നത് അതിന്റെ പെർസെന്റേജ് ആണ് അവിടെ കാണുന്നത്. അപ്പൊ GRN എക്സ്പാൻഡഡ് ഫോം ഒന്ന് പഠിച്ചു വെക്കേണ്ടത്. എന്താണ് GRN ചോദിക്കില്ല, ഗുഡ് റെസിപ്റ്റ് നോട്ട് ആണെന്നൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. അതുപോലെ തന്നെ പെർസെന്റേജ് ഓഫ് വേരിയേഷൻ ഫ്രം ദ പ്രൊക്യൂർമെന്റ് പ്രോസസ്. അതുപോലെ തന്നെ അവിടെ ആ ഒരു സംഭരണ പ്രക്രിയ, പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാൽ സംഭരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അവിടെ ഈ ഒരു മെഡിസിൻസും ഡ്രഗ്സും ഒക്കെ സ്റ്റോർ ചെയ്യുന്ന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് വേരിയേഷൻസോ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പെർസെന്റേജ് ആണ് ലാസ്റ്റ് കാണുന്നത്. അപ്പൊ ഒന്നുകൂടി പറയാം, ഫാർമസിയുമായി ബന്ധപ്പെട്ട എന്താണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഫസ്റ്റ് വൺ പറഞ്ഞാൽ പ്രിസ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട എറേഴ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ റേറ്റ്, മരുന്ന് വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പിശകുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ റേറ്റ്, അതുപോലെ അഡ്വേഴ്സ് ആയിട്ടുള്ള ഡ്രഗ് റിയാക്ഷൻസ്
അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഡിസ്ചാർജ് ചെയ്ത പേഷ്യൻസിന്റെയും നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ലാമ ആയിക്കോട്ടെ, ഡാമ ആയിക്കോട്ടെ, അബ്സ്കോൾഡ് ആയിക്കോട്ടെ, ഡെത്ത് ആയിക്കോട്ടെ, ഇത്തരം എല്ലാ കേസും അങ്ങനെയുള്ള ഡിസ്ചാർജ് ചെയ്തവരുടെയും അവിടെ ഉള്ള നിലവിലുള്ള പേഷ്യൻസിന്റെയും എല്ലാവരെയും കണക്കാക്കി ആ ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈമിൽ എത്ര ആളുകൾക്ക് ഇത്തരത്തിൽ അഡ്വേഴ്സ് റിയാക്ഷൻസ് ഉണ്ടായിട്ടുണ്ടോ അത്തരം സംഭവങ്ങളുടെ ശതമാനമാണ് അവിടെ എടുക്കുന്നത്. നാലാമത്തത് മെഡിക്കേഷൻ ചാർട്ടുമായി ബന്ധപ്പെട്ട് അബ്രീവിയേഷൻസിൽ എത്രത്തോളം പിശകുകൾ ഉണ്ടായിട്ടുള്ള മെഡിക്കേഷൻ ചാർട്ടുകളുടെ എണ്ണം, അതാണ് അവിടെ പെർസെന്റേജ് ആയിട്ട് കാണുന്നത്. അടുത്തത് റിസീവിംഗ് ഹൈ റിസ്ക് മെഡിക്കേഷൻസ്, ഉയർന്ന റിസ്കിലുള്ള മരുന്നുകൾ എടുക്കുന്ന പേഷ്യൻസിന്റെ എത്ര പേർക്ക് അവിടെ അഡ്വേഴ്സ് ഡ്രഗ് ഇവന്റ്സ്, അഡ്വേഴ്സ് ആയിട്ടുള്ള ഡ്രഗ് റിയാക്ഷൻസ് വഴി എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പെർസെന്റേജ്. അതുപോലെ ലോക്കൽ പർച്ചേസിലൂടെ നമ്മൾ ഏതെങ്കിലും ഡ്രഗ്സ് ഓൺ കൺസ്യൂമബിൾസ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പെർസെന്റേജ്. അതുപോലെ എമർജൻസി ഡ്രഗുകൾ ഉൾപ്പെടെ ആ ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈമിൽ എത്ര മെഡിസിൻസ് ആണ് ഡ്രഗ്സ് ആണ് സ്റ്റോക്ക് ഔട്ട് ആയിരിക്കുന്നത് അതിന്റെ പെർസെന്റേജ്. അതുപോലെ GRN തയ്യാറാക്കുന്നതിന് ഗുഡ്സ് റെസീപ്റ്റ് നോട്ട് തയ്യാറാക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ റിഫ്യൂസ് ചെയ്ത അല്ലെങ്കിൽ റിജക്ട് ചെയ്ത ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾസിന്റെ പെർസെന്റേജ് ആണ് അവിടെ കാണുന്നത്. ലാസ്റ്റ് വൺ, അത് സ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ സംഭരിക്കുന്ന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് വേരിയേഷൻസ് അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ എത്രത്തോളം വ്യത്യാസങ്ങൾ കാണുന്നുണ്ട് അതിന്റെ പെർസെന്റേജ്. വേഗം ഒന്ന് വായിച്ചു നോക്കി ഫാർമസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. വായിച്ചു കഴിഞ്ഞോ? നെക്സ്റ്റ് വൺ ആണ് ഫ്രണ്ട് ഓഫീസ് കേട്ടോ. ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് തന്നെയാണ് ഫ്രണ്ട് ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. ആ ഫ്രണ്ട് ഓഫീസുമായി ബന്ധപ്പെട്ട് ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് അത് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് ആ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് മെഷർ ചെയ്യാം. അപ്പൊ അതിൽ രണ്ടെണ്ണം മാത്രമേ പറയുള്ളൂ. ഫസ്റ്റ് വൺ ആണ് ഔട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്. അവിടെ വരുന്ന ഔട്ട് പേഷ്യൻസിന്റെ സംതൃപ്തിയുമായി ബന്ധപ്പെട്ട ഇൻഡെക്സ് അല്ലെങ്കിൽ സർവേകൾ നടത്തുകയും അതുമായി ബന്ധപ്പെട്ട റേറ്റ് എടുക്കുകയും ചെയ്യും. രണ്ടാമത്തത് വെയിറ്റിംഗ് ടൈം വിത്ത് റിഗാർഡ് ടു ഡോക്ടർ അപ്പോയിന്റ്മെന്റ്. ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് അല്ലെങ്കിൽ ഡോക്ടറുടെ കൺസൾട്ടേഷനുമായി ബന്ധപ്പെട്ട് എത്ര സമയം അവർ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്, എത്ര സമയം അവർക്ക് വെയിറ്റിംഗ് ടൈം എടുക്കുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട റേറ്റ്. ഫ്രണ്ട് ഓഫീസ് അല്ലെങ്കിൽ ക്വാളിറ്റി റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഒരു ഔട്ട് പേഷ്യൻസിന്, അവിടെ വരുന്ന ഔട്ട് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷനുമായി സംതൃപ്തിയുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള സർവേകളും നടപടിക്രമങ്ങളും നടത്തിയിട്ട് അതുമായി ബന്ധപ്പെട്ട റേറ്റ് കാണുന്നു. രണ്ടാമത്തത് ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട് അവർക്ക് എത്ര സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് ആ ഒരു ഫ്രണ്ട് ഓഫീസിൽ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ റേറ്റ് ആണ് രണ്ടാമതായിട്ട് എടുക്കുന്നത്. വായിച്ചു നോക്കി. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റിലേക്ക് പോവാലോ. നെക്സ്റ്റ് വൺ ആണ് MRD, അതായത് ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് തന്നെയാണ്. മെഡിക്കൽ MRD എന്ന് പറയുന്നത് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. MRD അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലെ ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് ആണ് ഇതും കൃത്യമായിട്ട് പരിശോധിക്കേണ്ടത്. അപ്പോ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം.
ഫസ്റ്റ് വൺ ആണ് പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് വിത്തൗട്ട് ഡിസ്ചാർജ് സമ്മറി. അതായത് ഡിസ്ചാർജ് സമ്മറി ഇല്ലാത്ത മെഡിക്കൽ റെക്കോർഡുകളുടെ പെർസെന്റേജ്, ഡിസ്ചാർജ് സമ്മറി ഇല്ലാത്ത മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം. രണ്ടാമത്തത് പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് നോട്ട് ഹാവിംഗ് ICD കോഡിംഗ്. പഠിച്ചില്ലേ, മെഡിക്കൽ റെക്കോർഡുകളെല്ലാം ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആൽഫ ന്യൂമറിക് കോഡുകൾ ഉപയോഗിച്ച് കോഡ് ചെയ്താണ് സൂചിപ്പിക്കുന്നത് എഴുതിയത്. പഠിച്ചില്ലേ? MRD പഠിച്ചായിരുന്നോ? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു അല്ലെ? അപ്പൊ അങ്ങനെ ICD കോഡിംഗ് അല്ലെങ്കിൽ ആൽഫ ന്യൂമറിക് കോഡ്സ് അല്ലെങ്കിൽ കോഡിംഗ് ഉപയോഗിക്കാത്ത മെഡിക്കൽ റെക്കോർഡുകളുടെ അതാണ് അടുത്തത്. മൂന്നാമത്തത് പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഹാവിംഗ് ഇംപെർഫെക്റ്റ് ഓർ ഇംപ്രോപ്പർ കൺസേൺ. ഇതാണ് വ്യക്തമായിട്ട് അവരിൽ നിന്ന് സമ്മതം വാങ്ങാത്ത. ശരിക്കും എന്താണ് ഒരു മെഡിക്കൽ, എന്തൊരു ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴും പുതിയതായിട്ട് എന്ത് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും പേഷ്യൻസിൽ നിന്ന് നമ്മൾ വ്യക്തമായിട്ട് അവർക്ക് വിവരങ്ങൾ കൈമാറിയിട്ട് വേണം നമ്മൾ അവരിൽ നിന്ന് കൺസേൺ വാങ്ങാനായിട്ട്, അല്ലെ? ഒരു സർജറി അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ പോസിറ്റീവായ വശങ്ങളും നെഗറ്റീവായ വശങ്ങളും വ്യക്തമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്ത് അതിനനുസരിച്ച് അവരിൽ നിന്ന് സമ്മതം വാങ്ങേണ്ടതാണ്, അല്ലെ? അപ്പൊ ഇവിടെ ചിലപ്പോൾ ശരിയായ രീതിയിൽ അവർക്ക് എല്ലാ വിവരങ്ങളും കൊടുത്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇംപെർഫെക്റ്റ് ഇംപ്രോപ്പർ കൺസേൺ എന്ന് പറയുന്നത്. ചിലപ്പോൾ അവരോട് എല്ലാ വ്യക്തമായിട്ടുള്ള വിവരങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അവരോട് എന്താണ് പോസിറ്റീവായ വശങ്ങൾ മാത്രം അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ്സ് മാത്രം പറഞ്ഞു കൊടുത്തായിരിക്കും സമ്മതം വാങ്ങിയിട്ടുണ്ടാവുക. അപ്പൊ അത്തരത്തില് കൺസേൺ അല്ലെങ്കിൽ സമ്മതം വാങ്ങിയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം. നെക്സ്റ്റ് വൺ ആണ് പെർസെന്റേജ് ഓഫ് മിസ്സിംഗ് റെക്കോർഡ്, കാണാതായിട്ടുള്ള റെക്കോർഡുകളുടെ ശതമാനം. അഞ്ചാമത്തത് ബെഡ് ഒക്യുപ്പൻസി റേറ്റ്. അതായത് ബെഡ് ഒക്യുപ്പൻസി റേറ്റ് അല്ലെങ്കിൽ BOR percentage is a measure of utilization of the available bed capacity in a hospital. ഒരു ഹോസ്പിറ്റലിലെ അവൈലബിൾ ആയിട്ടുള്ള ബെഡ് കപ്പാസിറ്റിയുടെ ഉപയോഗത്തിന്റെ മെഷറിനെയാണ് നമ്മൾ ബെഡ് ഒക്യുപ്പൻസി റേറ്റ് എന്ന് പറയുന്നത്. It denotes the percentage of bed occupied by patients in a defined period of time, normally a year. ഒരു വർഷം അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ എത്രത്തോളം പെർസെന്റേജ് ഓഫ് ബെഡുകളാണ് പേഷ്യൻസ് ഒക്യുപ്പൈഡ് ആയിട്ടുള്ളത്, ഈ പേഷ്യൻസ് അവിടെ എന്താണ് ബെഡുകളിൽ ഉണ്ടായിരുന്നത്, അത്തരം പെർസെന്റേജ് ആണ് നമ്മൾ ഈ ഒരു ബെഡ് ഒക്യുപ്പൻസി റേറ്റിൽ എടുക്കുന്നത്. ആ ഹോസ്പിറ്റലിലെ അവൈലബിൾ ആയിട്ടുള്ള ബെഡ് കപ്പാസിറ്റിയിൽ എത്ര എണ്ണം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എത്ര എണ്ണം നിലവിൽ ഉപയോഗിക്കുന്നുണ്ട്, അതിന്റെ മെഷർ ആണ് ബെഡ് ഒക്യുപ്പൻസി റേറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിന്റെ കൃത്യമായിട്ടുള്ള റേറ്റ് നമ്മൾ എടുക്കും. അതുപോലെ ലെങ്ത് ഓഫ് സ്റ്റേ, എത്ര ദിവസം LOS ലെങ്ത് ഓഫ് സ്റ്റേ, എത്ര ദിവസം ലെങ്ത് ഓഫ് സ്റ്റേയില് അല്ലെങ്കിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ അവിടെ താമസിച്ചു ട്രീറ്റ്മെന്റ് എടുക്കുന്ന പേഷ്യൻസിന്റെ റേറ്റ് ഏതൊക്കെയാണ്, എത്ര പേഷ്യൻസ് ഉണ്ട് അതിന്റെ റേറ്റ്. മോർട്ടാലിറ്റി റേറ്റ്, മരണനിരക്ക്, അല്ലെ? അതുപോലെ തന്നെ പ്രൊപ്പോർഷണൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, എന്താ മാതൃമരണ നിരക്കിന്റെ ശതമാനം. അതുപോലെ പ്രൊപ്പോർഷണൽ ഇൻഫന്റ് മോർട്ടാലിറ്റി, ശിശു മരണ നിരക്കിന്റെ ശതമാനം. ഇവിടെ MRD അല്ലെങ്കിൽ ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ് അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഡിസ്ചാർജ് സമ്മറി ഇല്ലാത്ത മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം, ICD കോഡ് അല്ലെങ്കിൽ ആൽഫ ന്യൂമറിക് കോഡുകൾ ഉപയോഗിക്കാത്ത മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം, അതുപോലെ തന്നെ ഇംപെർഫെക്റ്റ് അല്ലെങ്കിൽ ഇംപ്രോപ്പർ ആയിട്ടുള്ള കൺസേൺ അല്ലെങ്കിൽ സമ്മതങ്ങളുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം, അതുപോലെ മിസ്സിംഗ് റെക്കോർഡുകൾ എത്രയുണ്ട് അതിന്റെ പെർസെന്റേജ്, അതുപോലെ ബെഡ് ഒക്യുപ്പൻസി റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിലെ അവൈലബിൾ ആയിട്ടുള്ള ബെഡ് കപ്പാസിറ്റിയുടെ യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ ഉപയോഗത്തെ മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ബെഡ് ഒക്യുപ്പൻസി റേറ്റ് എന്ന് പറയുന്നത്. അതായത് എത്രത്തോളം ബെഡുകൾ പേഷ്യൻസ് ഒക്യുപ്പൈഡ് ആണ് ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈം, അല്ലെങ്കിൽ ഒരു നോർമലി ഒരു വർഷത്തിൽ എത്ര ദിവസം അല്ലെങ്കിൽ എത്ര മണിക്കൂറുകളിൽ ബെഡ് പേഷ്യൻസ് ഒക്യുപ്പൈഡ് ആയിരുന്നു, ഏതൊക്കെ ഫ്രീ ആയിരുന്നു, ഏതൊക്കെ ഒക്യുപ്പൈഡ് ആയിരുന്നു എന്ന കാര്യങ്ങൾ നമ്മൾ മെഷർ ചെയ്യുന്നത് ഈ റേറ്റ് എടുക്കും. അതുപോലെ എത്ര ദിവസത്തെ ലെങ്ത് ഓഫ് സ്റ്റേ, താമസം ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്ന പേഷ്യൻസിന്റെ എണ്ണം അല്ലെങ്കിൽ റേറ്റ്, മോർട്ടാലിറ്റി റേറ്റ് മരണനിരക്ക്, അതുപോലെ തന്നെ മെറ്റേണൽ മോർട്ടാലിറ്റി മാതൃമരണ നിരക്ക്, അതുപോലെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ശിശു മരണ നിരക്ക് മുതലായവയും നമ്മൾ കൃത്യമായിട്ട് പെർസെന്റേജ് എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യും. വേഗം ഒന്ന് മനസ്സിലാക്കി വായിച്ചു നോക്കിയേ. MRD
International Classification of Disease കേട്ടോ. ഇവിടെ ICD എന്ന് പറയും International Classification of Disease. വായിച്ചു കഴിഞ്ഞോ? ഓക്കെ അല്ലേ? ഓ, നെക്സ്റ്റ് വൺ ആണ് HR, അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ് തന്നെയാണ് ഇതുമായി മീഡിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്, അതായത് എംപ്ലോയീസിന്റെ സംതൃപ്തിയുമായി ബന്ധപ്പെട്ട ശതമാനം കാണണം. അവിടെ ഓരോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയാൻ അറിയാലോ, എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ, എംപ്ലോയീസിന്റെ സംതൃപ്തി എത്രത്തോളം ഉണ്ട് എന്നതിന്റെ പെർസെന്റേജ് എടുക്കുന്നു. അതുപോലെ എംപ്ലോയി അട്രീഷൻ റേറ്റ്, എന്താണ് അട്രീഷൻ റേറ്റ് എന്ന് പറഞ്ഞാല്, അതായത് ഒരു സ്പെസിഫിക് പീരീഡില് എംപ്ലോയീസ് ആ ഒരു കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് ലീവ് ചെയ്ത് എത്ര പേര് ലീവ് ചെയ്ത് പോകുന്നുണ്ട്. ഈ കമ്പനിയിൽ നിന്ന് വിട്ടു പോവല്ലേ, എന്താണ് ജോലി മതിയാക്കി പോകുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ ലീവ് ചെയ്ത് പോകുന്ന ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈമില് എത്ര പേര് ഈ ഒരു കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് ലീവ് ചെയ്ത് പോകുന്നുണ്ട്, അതിന്റെ എണ്ണമാണ് എംപ്ലോയി അട്രീഷൻ റേറ്റ് എന്ന് പറയുന്നത്. അടുത്തത് എംപ്ലോയി ആബ്സെന്റിസം റേറ്റ്. എന്താണ്? എംപ്ലോയീസ് ആ ജോലിയിൽ ഹാജരാവാതിരിക്കുന്നതിന്റെ റേറ്റ് അല്ലേ? അവിടെ എത്ര പേഷ്യൻസ് ആണ് ഇൻ ആ പർട്ടിക്കുലർ ടൈം പീരീഡിനുള്ളിൽ, എത്ര ആളുകളാണ്, എത്ര എംപ്ലോയീസ് ആണ് അവിടെ ജോലിയിൽ വരാത്തത്, ഹാജരാവാത്തത്, ആബ്സെന്റ് ആയിട്ടുള്ളത്, അതിന്റെ റേറ്റ് ആണ് നമ്മൾ എംപ്ലോയി ആബ്സെന്റിസം റേറ്റ് ഉദ്ദേശിക്കുന്നത്. നാലാമത്തത് പെർസെന്റേജ് ഓഫ് എംപ്ലോയീസ് who are informed of employee rights, responsibility and welfare scheme. അതുപോലെ തന്നെ എത്ര പെർസെന്റേജ് ഓഫ് എംപ്ലോയീസിന് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ്, അതായത് എംപ്ലോയീസിന്റെ റൈറ്റ്, അവരുടെ അവകാശങ്ങള്, അവരുടെ ഉത്തരവാദിത്തങ്ങള്, അവർക്ക് കൊടുക്കുന്ന ക്ഷേമ സ്കീമുകള്, വെൽഫെയർ സ്കീമുകള് മുതലായ കാര്യങ്ങളെ കുറിച്ച് ഇൻഫർമേഷൻ കൊടുത്തിട്ടുള്ള എംപ്ലോയീസിന്റെ ശതമാനം. അതുപോലെ പെർസെന്റേജ് ഓഫ് സ്റ്റാഫ് പ്രൊവൈഡഡ് പ്രീ എക്സ്പോഷർ പ്രോഫിലാക്സിസ് ആന്റിബയോട്ടിക്സ് ഉണ്ട് കേട്ടോ. അപ്പൊ ആന്റിബയോട്ടിക് ഇത് രോഗനിർണയം, അതായത് മുൻകൂട്ടി പ്രീ എക്സ്പോഷർ എന്തെങ്കിലുമൊക്കെ രോഗങ്ങളുമായിട്ട് സമ്പർക്കത്തിൽ വരുന്നത് ആ സാധ്യതയും അപകടങ്ങളും ഒഴിവാക്കാൻ വേണ്ടി രോഗം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ആന്റിബയോട്ടിക്സ് ഉപയോഗിച്ചിട്ടുള്ള സ്റ്റാഫുകളുടെ പെർസെന്റേജ് എത്രയാണ്. അപ്പൊ എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ പെർസെന്റേജ് നോക്കുന്നു. എംപ്ലോയീസ് ആ ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് പീരീഡിനുള്ളിൽ എത്ര എംപ്ലോയീസ് ആണ് ആ ഓർഗനൈസേഷനിൽ ലീവ് ചെയ്ത് പോകുന്നത്, അതിന്റെ മെഷർ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന്റെ പെർസെന്റേജ് കാണുന്നു. എംപ്ലോയീസിന്റെ ആബ്സെന്റിസം, എത്രത്തോളം ആബ്സെന്റ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ട്, അവരുടെ ഹാജർ നിലവാരം, എത്ര പേര് ഹാജരാവാതിരിക്കുന്നുണ്ട്, അതിന്റെ റേറ്റ് കാണുന്നു. അതുപോലെ എത്ര എംപ്ലോയീസിന് അവരുടെ അവകാശങ്ങളെ കുറിച്ചും അവരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചും അവരുടെ വെൽഫെയർ സ്കീമുകളെ കുറിച്ചും കൃത്യമായി ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട പെർസെന്റേജ്. ലാസ്റ്റ് വൺ പറയുന്നത് ആ പറയുന്ന പല രോഗങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പല സ്റ്റാഫുകൾക്കും അവരുടെ സമ്പർക്കവുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരാൻ സാധ്യത കുറയ്ക്കുന്നതിന് വേണ്ടി രോഗനിവാരണത്തിനായിട്ടും ആന്റിബയോട്ടിക്സ് ഉപയോഗിച്ചിട്ടുള്ള നൽകിയിട്ടുള്ള സ്റ്റാഫുകളുടെ ശതമാനം. വേഗം ഒന്ന് വായിച്ചു നോക്കിയത് ചാലമ്മ.
വായിച്ചു കഴിയുന്നവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, അപ്പൊ മിസ് ഇന്ന് ഇവിടെ വരെ എടുക്കുന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ഒരു 2 കാര്യങ്ങൾ കൂടിയും പിന്നെ കുറച്ച് ഭാഗം കൂടിയുള്ളൂ. ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗമാണ്. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ 3rd മോഡ്യൂൾ കംപ്ലീറ്റ് ആവും. അതിനുശേഷം 4th മോഡ്യൂളിലെ ചാപ്റ്റേഴ്സ് ആയിക്കോട്ടെ മിസ്സിന് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇവിടെ വരെ വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളോ ചോദിക്കാം കേട്ടോ. താങ്ക് യു.